ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പോട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിവിടെ പഴയ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു, കേട് വന്നിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു പോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത് പെഡിലാന്തസ് ഫാമിലി പെട്ടിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു ചെടി തന്നെയാണിത്. അപ്പോൾ നമുക്കിത് ചെടി ആദ്യം എടുത്തിട്ട് വരാം. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ചെടിയുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവളുടെ വീട്ടിൽ ഒരുപാട് ഈ ചെടികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടില്ലതാ, ഇതുപോലെ നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട് ഇത്. ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ നമ്മളെ നാട്ടിൽ റോഡ് സൈഡിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു കളറ് അധികം കാണുന്നില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു വേരിയേറ്റഡ് കളറാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ഹാങ് ചെയ്തിടുന്ന ഒരു പെഡിലാന്തസ് കേളി പിങ്ക് ഉണ്ടല്ലോ, അതൊക്കെ ഇവരൊക്കെ ഒരു ഫാമിലി പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ഇവരുടെ ഉപ്പയാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്ത് തരുന്നത്. അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ചെടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഈ ചെടി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മണ്ണ് എടുത്തിട്ടുണ്ട്. മണ്ണിലേക്ക് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി ഇല്ലെങ്കിലും സാധാ മണ്ണിലും ഇത് നല്ല രീതിയിൽ വളരും കേട്ടോ ഈ ചെടി. പിന്നെ ഇത് ഞാനിപ്പോൾ സിറ്റ് ഔട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി വെക്കുമ്പോൾ ലൈറ്റ് കുറവാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതായി സിറ്റ് ഔട്ടിലൊക്കെ നല്ല ലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിറ്റ് ഔട്ടിലാണ് ഇത് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ഇലകൾ കണ്ടില്ല, ഒരു പല കളേഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ. ഗ്രീന്, അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക്, ക്രീമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ചെടികൾ നമ്മൾ പോട്ടിൽ വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇനി ഇത് ഒന്നുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ കുറച്ച് സ്റ്റോൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കല്ലുകൾ എനിക്ക് പുഴയുടെ അടുത്തുനിന്ന് കിട്ടിയതാണ്. അതുപോലെ തോടിൻ്റെ സൈഡിലൊക്കെ ഇതുപോലത്തെ സ്റ്റോണുകൾ ഉണ്ടാവും. അപ്പോൾ കല്ലുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്പീക്കറിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 2 സ്പീക്കർ ഉണ്ട് കേട്ടോ, പഴയത്. അപ്പോൾ ഇതിൽ ഈ ചെറിയ സ്പീക്കറിൽ ചെറിയ പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് വലുതിലേ വെക്കാൻ പറ്റുള്ളൂ. കുറച്ച് വലിയ പ്ലാന്റുകളല്ലേ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വലുത് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് കുറേ കാലമായിട്ട് ഇവിടെ കേടൊന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് നമുക്കൊരു പോട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ഭാഗം ഇവിടുന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കുക. നല്ല ഉറപ്പുള്ള ഒരു ടൈപ്പ് സ്പീക്കറാണിത്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഒരു ക്ലോത്താണ് വരുന്നത്. ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് മണ്ണ് നിറച്ചിട്ട് ചെടികളൊന്നും ഒരിക്കലും വെച്ച് കൊടുക്കാൻ പാടില്ല, കാരണം ഇത് പെട്ടെന്ന് കേടുവന്ന് പോകും. അപ്പോൾ അതിന് വേണ്ടത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലേക്ക് നമ്മൾ ചെടി വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെയുള്ള ഹോൾസുകളൊക്കെ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്റ്റോണുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊരു ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ഇതിനൊരു വൈറ്റ് സ്റ്റോൺ തന്നെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതാ ഇതിൻ്റെ സൈഡിൽ കാണുന്ന വലിയ ഹോൾസിൻ്റെ അവിടെ കുറച്ച് വലിയ കല്ലുകൾ തന്നെ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും വെള്ളം വേണ്ട ഒരു ചെടിയൊന്നും അല്ല കേട്ടോ ഇത്. ഇതിലേക്ക് വല്ലപ്പോഴും മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു പോട്ടിൻ്റെ അടിയിൽ ഞാൻ ഡ്രൈനേജ് ഹോൾസ് ഇട്ടിട്ടില്ല. അതിട്ട് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു സ്പീക്കർ പെട്ടെന്ന് കേടുവരും, വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ നേരെ, ഈ തണ്ടിൻ്റെ നേരെ കാണുന്ന ഈ കല്ലുകൾ ഞാൻ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി കൊടുക്കും കേട്ടോ. ഞാൻ ഇതിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും ഇതുപോലത്തെ സ്റ്റെമ്മിൻ്റെ അടിയിൽ കല്ലുകൾ വെച്ച് കൊടുക്കില്ല. അങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ താഴെ ചെറിയ തൈകൾ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.